അന്ന് രാത്രി നീ ഏത് ബോട്ടിൽ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു? എന്ന് ഞങ്ങളുടെ സ്റ്റാലിൻ സ്രാങ്ക് തൂങ്ങിയതിന്റെ അന്ന് രാത്രി. ഫ്രാങ്ക്ലിന്റെ ഇത് ജലറാണിയില്ല. അന്ന് ആ ബോട്ട് കടലിലായിരുന്നല്ല. സ്രാങ്ക് മരിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ജലറാണി കരയ്ക്ക് വന്നു. പിന്നെ നീ ഏത് ബോട്ടിൽ കിടന്നുറങ്ങിയെന്നാണ് ഉടായ്പ പറയുന്നത്? ഉടായിപ്പ എന്തുടായിപ്പ്? ഞാൻ പറഞ്ഞല്ലടാ അന്ന് ഞാൻ അവന്മാർക്ക് സാധനം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ രണ്ടടിച്ചിട്ട് കിടന്നുറങ്ങിയെന്ന്. പിന്നെ സത്യം പറഞ്ഞ ഏത് ബോട്ടിൽ കിടന്നുറങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എടാ നമ്മളും വീശുന്നവരെന്നാ. രണ്ടെണ്ണം അടിച്ചപ്പോ നിന്റെ ബോധം പോയാ? അതോ ബോധം പോയി എന്നുള്ള നിന്റെ ആക്ടിങ്? അതെന്താണ് കുമ്പാരി മൊന വെച്ചൊരു വർത്താനം? എടാ ഇത് ഞങ്ങള് മാത്രം പറയുന്നതല്ല. ഞണ്ടും സ്രാങ്കൊന്ന് യാർഡിൽ വെച്ച് അടിയുണ്ടായെന്ന് നീയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് മക്കു കരയിലെ സംസാരം. സംസാരം ക്ലിയർ ആയിരിക്കണം. ഒരുമാതിരി ഊക്കിയ വർത്താനം പറയരുത് കേട്ടോ. പറയാതെ പിന്നെ കരക്കാര് പറയട്ടെ. നീ എന്റെ അഞ്ചത്ത് കാരണം ഞാൻ ഇതെല്ലാം കേൾക്കുന്നത്. കേറി വന്നും പോയി മയില്. ഞാൻ പറയുന്ന പോലെ ഈ ബോട്ടിനകത്ത് നടക്കുന്നു. മുട്ടരീടി നടക്കും. இப்படி குதிக்காத. கெட்ட எண்ணத்தோட நின்று என்ன கழுத்து அறுத்து கல்ல கட்டி கடல்ல வீசிட்டு போய்கிட்டே இருப்போம். നീ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയോ? പക്ഷെ ഈ ബോട്ടിൽ വേണ്ട കേട്ടോ. മയിരെ ഞണ്ടിനെ താങ്ങി നടന്നുണ്ട്. അരി മേടിക്കാൻ വേണ്ടിയാ. അരി പുഴുകി തിന്നാ വേവൂലെന്ന് മനസ്സിലായപ്പോ നിർത്തിയടാ മയിരെ ആ പണി ഓപ്പുണ്ടാക്കാനായിട്ട്. അതെ ഇവിടെ നമ്മള് കടലിൽ ഉപ്പുവെള്ളം കുടിച്ച് ജീവിക്കുന്നവരാ. മനസ്സിലായ? സൂക്ഷ്യം കണ്ടുപോയ എല്ലാവർക്കും വീട്ടിൽ പോവാ. മയിരി